നമസ്കാരം, ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ IBPS ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം കമൻ്റായിട്ടും മെസ്സേജായിട്ടും ഒക്കെ ഫോൺ വിളിച്ചും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ഈ കമ്പ്യൂട്ടർ ടെസ്റ്റിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോ. നമുക്ക് IBPS ക്ലർക്കിൻ്റെ 2020 നോട്ടിഫിക്കേഷനകത്ത് കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആണോ അല്ലയോ എന്നുള്ളതിനെ പറ്റിയാണ് നമ്മുടെ ഡൗട്ട്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് നേരെ പോകാം. നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരുന്നത് ഇങ്ങനെയായിരുന്നു: കമ്പ്യൂട്ടർ ലിറ്ററസി, ഓപ്പറേറ്റിംഗ് ആൻഡ് വർക്കിംഗ് നോളജ് ഇൻ കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് മാൻഡേറ്ററി എന്നാണ് പറയുന്നത്. അതായത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം അടുത്ത പേജിൽ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നോക്കുക, അത് മാൻഡേറ്ററി ആണെന്ന് തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത് പറയുന്നത്. അതായത് നമുക്ക് അറിയാമല്ലോ, ബാങ്കിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഓപ്പറേഷൻസും കാര്യങ്ങളും എല്ലാം നടക്കുന്നത് തന്നെയാണ് കമ്പ്യൂട്ടറിൽ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം എംപ്ലോയി ആയിട്ട് സെലക്ട് ചെയ്ത് അവിടെ കയറിയിട്ട് നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് കമ്പ്യൂട്ടർ അറിയില്ല എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമുക്ക് അറിയാവുന്ന ആൾക്കാർ മാത്രം അപ്ലൈ ചെയ്താൽ മതി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നോക്കുക, ബാക്കി വായിക്കുമ്പോഴത്തേക്കും കാൻഡിഡേറ്റ്സ് ഷുഡ് ഹാവ് സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ ഓർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് ലാംഗ്വേജ്, ഷുഡ് ഹാവ് സ്റ്റഡീഡ് കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ ടെക്നോളജി ആസ് വൺ ഓഫ് ദി സബ്ജക്ട്സ് ഇൻ ഹൈസ്കൂൾ, കോളേജ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ 10ാം ക്ലാസ്സിലെയോ പ്ലസ് ടുവിലെയോ ഡിഗ്രിയിലോ സർട്ടിഫിക്കറ്റിനകത്ത് ഇൻഫർമേഷൻ ടെക്നോളജി IT ഒരു വിഷയമായി നമ്മൾ പഠിച്ചിട്ടുണ്ട്, പരീക്ഷ എഴുതിയിട്ടുണ്ട്, അതിന് നമുക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത് മതിയാകും എന്ന് തന്നെയാണ് ഇന്നത്തെ പറയുന്നത്. ഓക്കെ, നമ്മുടെ 10ലെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കേരളത്തിൽ പഠിച്ചതാണെന്നുണ്ടെങ്കിൽ, സ്റ്റേറ്റ് സിലബസിലാണെന്നുണ്ടെങ്കിൽ, കമ്പ്യൂട്ടർ IT ഒരു വിഷയമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, അതിന് നമുക്ക് പരീക്ഷ എഴുതുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാർക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റിനകത്ത് വന്നിട്ടുമുണ്ട്. അപ്പോൾ ആ സ്ഥിതിക്ക് നമ്മളിനി പുതുതായിട്ട് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഒരു കോഴ്സും ജോയിൻ ചെയ്യേണ്ട കാര്യം ഇല്ല. ഓക്കെ, നമുക്ക് ഈ 10ലെ ഇതിലുള്ള നമുക്ക് പറയുന്നുണ്ട് ഹൈസ്കൂൾ അല്ലെങ്കിൽ കോളേജ് എന്ന് വളരെ വ്യക്തമായി എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് മതിയാകും നമുക്ക്. ഇനി അത് ഇല്ലാത്ത ആൾക്കാരാണ് നമുക്ക് DCയുടെ സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും മതിയാകും. ഏതാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ സർട്ടിഫിക്കറ്റിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഇൻഫർമേഷൻ ടെക്നോളജി ഒന്നുണ്ടാവണം, അത് നമുക്ക് എക്സാം എഴുതി നമുക്കൊരു മാർക്കും കിട്ടിയിട്ടുണ്ടാവണം. അത് മതിയാകും നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി കമ്പ്യൂട്ടറിൽ എന്തൊക്കെ നോളജ് വേണമെന്നുള്ള ഇവിടെ ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കണ്ടിട്ട് പലരും പേടിച്ചിരിപ്പുണ്ടാകും. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമൊന്നുമില്ല. നമുക്ക് കമ്പ്യൂട്ടറിൽ വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതിയാകും. ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കമ്പ്യൂട്ടർ എന്താണ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും അറിഞ്ഞിരിക്കണം. വളരെ ബേസ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഓണും ഓഫും ആക്കിയാൽ മാത്രം പോരാ, അതിലേക്ക് നമുക്ക് നെറ്റ് കണക്ട് ചെയ്യാനായിട്ടോ, അതായത് ലാൻഡ് കേബിൾ പിടിച്ച് കണക്ട് ചെയ്യാനായിട്ടോ, അല്ലെങ്കിൽ വൈഫൈ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാനായിട്ടോ. നമ്മളെല്ലാവരും സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ വൈഫൈ എന്താണെന്നും അതെങ്ങനെയാണ് ഓൺ ആക്കണമെന്നുള്ളതും അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കി അത് കണക്ട് ചെയ്തെടുക്കാനും ഒക്കെ നമുക്ക് അറിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഉറപ്പായിട്ട് നമ്മൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് തന്നെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് MS ഓഫീസിൽ ഒരു പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. MS ഓഫീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ വേർഡ്, മൈക്രോസോഫ്റ്റ് വേർഡ്, പവർ പോയിന്റ് അല്ലെങ്കിൽ എക്സൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാനും ഉപയോഗിക്കാനും ഒക്കെ അറിയാമായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ മെയിൽ അയക്കാനും, അത്യാവശ്യം മെയിൽ അയക്കാനും, ഗൂഗിളിൽ സെർച്ച് ചെയ്യാനും, പിന്നെ എന്താണ് അതുപോലെ പ്രിൻ്റ് എടുക്കാനും എന്തെങ്കിലും സ്കാൻ ചെയ്യാനും, അതുപോലുള്ള വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ പ്രോഗ്രാമിങ്ങോ കോഡിങ്ങോ ആ വക കാര്യങ്ങളൊന്നും അറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതൊന്നും അവർ ചോദിക്കത്തുമില്ല. ഓക്കെ, അതൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വളരെ ബേസ് ആയിട്ട് ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടിട്ട് ആരും പാനിക്കാൻ വേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും അപ്ലൈ ചെയ്യണം. നമ്മുടെ സർട്ടിഫിക്കറ്റിനകത്ത് 10ൻ്റെ സർട്ടിഫിക്കറ്റിനകത്ത് ഉറപ്പായിട്ടും IT നമ്മളൊരു വിഷയമായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പം അത് ഇല്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൺലൈനിൽ ഒരുപാട് കോഴ്സൊക്കെ അവൈലബിൾ ആണ്. ഇത് കണക്കാക്കി IBPS ക്ലർക്ക് കണക്കാക്കിയിട്ട് IBPS ക്ലർക്കിൻ്റെ 21 ഓഗസ്റ്റ് 2025 ഇതാണ് ലാസ്റ്റ് ഡേറ്റ് അവർ പറയുന്നത്. ഈ ഡേറ്റിന് മുമ്പുള്ള സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അപ്പം ഓൺലൈനിൽ ഇപ്പം പല കോഴ്സുകളൊക്കെ ഉണ്ട്. ഒരാഴ്ചത്തെ 2 ആഴ്ചത്തേക്ക് കോഴ്സൊക്കെ വെച്ചിട്ട് അവർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അതിന് വളരെ നിസ്സാര തുക 500-600 രൂപയൊക്കെ വെച്ചിട്ട് സർട്ടിഫിക്കറ്റ് അവർ കൊടുക്കുന്നുണ്ട്. നമുക്ക് വിശ്വാസയോഗ്യമായ ഏതെങ്കിലും സൈറ്റിൽ കയറിയിട്ട്, സൈറ്റൊന്നും റെഫർ ചെയ്യത്തില്ല, വിശ്വാസയോഗ്യമായ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് സൈറ്റിൽ കയറിയിട്ട് എന്ത് ചെയ്യുക, ഈ കോഴ്സ് ഒരാഴ്ചത്തെ കോഴ്സ് വല്ലതും കൊണ്ട് അതൊക്കെ അറ്റൻഡ് ചെയ്യുക. ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, 10ലെ സർട്ടിഫിക്കറ്റ് അതിൽ IT ഒരു വിഷയമായിട്ട് പഠിച്ചിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർ മാത്രം എന്ത് ചെയ്യുക, ഇതേപോലത്തെ ഓൺലൈൻ കോഴ്സ് 500-600 കൊടുത്തിട്ട് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു സർട്ടിഫിക്കറ്റ് അവർ തരും. ആ സർട്ടിഫിക്കറ്റ് IBPS ആയിട്ട് ബന്ധപ്പെട്ട് വാലിഡ് ആണെന്നാണ് പറയുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അല്ലാണ്ട് നാട്ടിൽ പോയിട്ട് ഒരുപാട് വലിയ തുക കൊടുത്ത് ഇനിയിപ്പോൾ കോഴ്സ് ചെയ്യാനൊന്നും നിൽക്കരുത്. കാരണം നമുക്ക് സമയം ഈ 21 ഓഗസ്റ്റിന് മുമ്പുള്ള ഡേറ്റുള്ള സർട്ടിഫിക്കറ്റാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് അതിലേക്ക് വേണ്ടി ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് കോഴ്സ് ചെയ്യാനായിട്ടും ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെ ഓൺലൈനായിട്ടുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത് ഒരു സർട്ടിഫിക്കറ്റ് ഒപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവരും അപ്ലൈ ചെയ്യുക, നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഓക്കെ, താങ്ക് യു.